ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് സിമ്പിളായിട്ടുള്ള ബ്രെയ്ഡഡ് ഹെയർ സ്റ്റൈലാണ്. തിൻ ഹെയർ ഉള്ള ആൾക്കാർക്കുള്ള ഈസി ആയിട്ടുള്ള 3 ബ്രെയ്ഡഡ് ഹെയർ സ്റ്റൈലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ മുടി ഇങ്ങനെ 2 പാർട്ടീഷനായിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പാർട്ടീഷനിൽ നിന്ന് ഒരു കുഞ്ഞു പോർഷൻ എടുത്ത് മറ്റേ പാർട്ടീഷനിലേക്ക് വയ്ക്കുക. അതുപോലെ നേരെ തിരിച്ചും അങ്ങനെ ഫുള്ളും നമ്മൾ പിന്നിയെടുക്കുക. ഫിഷ് ടെയിൽ ബ്രെയ്ഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ്. അത് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് പിന്നിയെടുക്കുക. ഫുള്ളിങ്ങനെ പിന്നി കൊടുത്തതിന് ശേഷം ഇതുപോലൊരു കറുത്ത ഡിസ്കോ ബാൻഡ് എടുത്തിട്ട് അത് നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുക അറ്റത്ത്. അതിനുശേഷം ഇപ്പം നമ്മൾ ഇറുക്കിയാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടി തോന്നിക്കാനായിട്ട് അത് 2 വശത്തേക്കും ലൂസാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ കെട്ടിയതിനേക്കാളും കുറച്ചും കൂടെ കട്ടി തോന്നിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ 2 വശത്തേക്കും വലിച്ചു കൊടുക്കുമ്പോൾ. അടുത്ത രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. അതിനായിട്ട് ആദ്യം ഇങ്ങനെ മുടി എടുത്ത് ഒരു ബണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് ഇതുപോലെ ഒരു കറുത്ത ഡിസ്കോ ബാൻഡ് ആണെങ്കിൽ അറിയാൻ പറ്റില്ല മുടിയിൽ കിടക്കുന്നത്. എന്നിട്ട് അതിനെ 2 പാർട്ടീഷൻ ആക്കിയിട്ട് ഈ താഴോട്ട് കിടക്കുന്ന മുടിയെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാക്കി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണും പോലെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. അതിനുശേഷം ഒന്ന് ഇറുക്കി കൊടുക്കുക. അതുപോലെ അതിൻ്റെ അടുത്തൊരു പോർഷൻ, കുഞ്ഞു പോർഷൻ എടുത്തിട്ട് അവിടെയും ഇതുപോലൊരു ബാൻഡ് ചുറ്റുക. ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഈ മുടി അതുപോലെ ഉള്ളിലേക്കിട്ട് എടുക്കുക. അടുത്ത ഇനി വീണ്ടും അതുപോലെ തന്നെ ചെയ്യുകയാണ്. നിങ്ങളുടെ മുടിക്ക് എത്രത്തോളം നീളമുണ്ടോ അത്രയും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുടിക്ക് കട്ടി കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഇതുപോലെ 2 വശത്തേക്കും വലിച്ചു കൊടുക്കുക. നമ്മൾ കെട്ടിയത് കുറച്ച് ലൂസാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കട്ടി മുടിക്ക് തോന്നിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പിന്നാൻ വേണ്ടിയിട്ട് എടുക്കും പോലെ 3 പാർട്ടീഷൻ എടുക്കുക. എന്നിട്ട് 3ഉം നമ്മൾ സെപ്പറേറ്റ് പിന്നിയെടുക്കുക.
സിമ്പിളായിട്ട് പിന്നിയതിന് ശേഷം ഓരോ പിന്നലും നമ്മൾ ഇതുപോലെ രണ്ട് വശത്തേക്കും വലിച്ച് ലൂസാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് മൂന്നും വെച്ചിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ പിന്നുന്നത് അതുപോലെ പിന്നിയെടുക്കും. അങ്ങനെ പിന്നിയതിന് ശേഷം നമ്മളിത് ഒന്നും കൂടെ സൈഡിലേക്ക് വലിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള 3 ബ്രൈഡഡ് ഹെയർ സ്റ്റൈൽ.